ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്കിനി സമ്പത്തിൻ്റെ അനുഗ്രഹം. ലക്ഷ്മി ദേവി ഒന്ന് അനുഗ്രഹിച്ചാൽ ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി ദേവി തങ്ങളുടെ ഭക്തർക്ക് അറിഞ്ഞു നൽകും. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ, അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ജനുവരി 26 വെള്ളിയാഴ്ച മുതൽ ചന്ദ്രൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ഇനി ഒത്തിരി യോഗങ്ങൾ ഈ നക്ഷത്രജാതകർ അനുഭവിക്കും. ഇവരുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒക്കെ മാറുന്ന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നതിലൂടെ രക്ഷപ്പെടുന്ന 5 രാശിക്കാർ. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ്. അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മുടങ്ങിക്കിടന്ന ഇവരുടെ പല കാര്യങ്ങളും നടന്നു കിട്ടും. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ജ്യോതിഷപ്രകാരം 5 രാശിക്കാർക്ക് ഇത് ഭാഗ്യം നൽകും. ഇവരുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ലൈക്കിനൊപ്പം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ നടത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വലിയ മാറ്റം വന്നു ചേരും. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. ഇന്നു തന്നെ അത് എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ഇടവരാശിക്കാർ തന്നെയാണ്. ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല സമയം ആരംഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഈ നാളുകാർക്ക് പലവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. മഹാരാജയോഗത്തിൻ്റെ സമയമായിരിക്കും ഇടവരാശിക്കാർക്ക് വന്നു ചേരുക. അതായത് കാർത്തിക, രോഹിണി, മകീരം എന്നീ 3 നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യസമ്പന്നമായ ഒരു ജീവിതം മുന്നിൽ തുറക്കപ്പെടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഒരു വിദേശ യാത്രയ്ക്ക് യോഗം, ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗം, ലോട്ടറി ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുവാനുള്ള യോഗം, പല വിധത്തിൽ പല രീതിയിൽ ഇവർക്ക് ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും. 5 രാശിക്കാരിൽ ആദ്യത്തെ ആ 3 നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്. ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒരുപാട് ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ. അതായത് ഇവരുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നന്മയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹിച്ച കാര്യം, അവർ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യം ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. ഇവർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സകല ദുഃഖങ്ങളും മാറി ഒരുപാട് സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് ഇവർ ദേവീക്ഷേത്രത്തിൽ പോകേണ്ടത്. വെള്ളിയാഴ്ച വീടിൻ്റെ പ്രധാന വാതിലിൽ ഇവർ രാത്രി ഒരു 9 മണിക്ക് ശേഷം ഒരു കർപ്പൂരമൊക്കെ കത്തിച്ചു വയ്ക്കുക. കർപ്പൂരമൊക്കെ കത്തിച്ച് ദുഃഖങ്ങളൊക്കെ മാറണം, അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയൊക്കെ പോകണം എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും ആ വീട്ടിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും, ഉറപ്പായ കാര്യമാണ്. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചും
മകീരം, തിരുവാതിര, പുണർതം രാജയോഗത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. ജനുവരി 27-ാം തീയതി മുതൽ ഇന്ന് മുതൽ കോടീശ്വര യോഗത്തിലെത്തുന്ന നക്ഷത്രമാണ് മിഥുനൻ രാശിക്കാർ. മിഥുനൻ രാശിക്കാരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അകലും. വിദേശത്തൊക്കെ നിൽക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഒരു വിസയൊക്കെ കിട്ടാൻ, അതായത് ഗൾഫിലേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ വിസയൊക്കെ പെട്ടെന്ന് അടിച്ചു കിട്ടും. അതുപോലെ തന്നെ മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് മനപ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് സന്തോഷത്തിലേക്ക് ഇവർ പോകും. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും. ഐശ്വര്യത്തിൻ്റെ ഒരു നിറകുടമായിരിക്കും ഇനി ഈ നക്ഷത്ര ജാതകർ, മിഥുനൻ രാശിക്കാർ. മകീരം, തിരുവാതിര, പുണർതം ഉൾപ്പെടുന്ന മിഥുനൻ രാശിക്കാർക്ക് ഇനി നല്ല സമയം തന്നെയാണ്. അടുത്ത ഭാഗ്യമുള്ള എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ ചിങ്ങക്കൂറിലെ മകവും പൂരവും ഉത്രവുമാണ്. ഒരുപാട് കഷ്ടതകളിലൂടെയാണ് പോയിട്ടുള്ളത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകരെത്തും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ചിങ്ങൻ രാശിക്കാർക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അകലുന്നു. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും നല്ല സമയത്തിലേക്കാണ് കിടക്കുന്നത്. അടുത്തത് തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിയിലെ ചിത്തിര, ചോതി, വിശാഖം ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ഇവരുടെ ജീവിതം മാറുന്ന സമയമാണ്. ജനുവരി 26 കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കും. ആരെയും, ശത്രുക്കളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിൽ, ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരും. എന്തെങ്കിലും പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് സാധ്യമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. എല്ലാ രീതിയിലും സന്തോഷം വന്നു ചേരും. സന്താനങ്ങൾക്ക് പുരോഗതി വന്നു ചേരും. അത് കണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അടുത്തത്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിക്ക് 5 ചുവന്ന പൂക്കളും 5 കവടിയും 5 മഞ്ഞൾ, ചെറിയ 5 മഞ്ഞൾ കഷ്ണവും പൊതിഞ്ഞ് നേദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, പൊതിഞ്ഞ് അവിടെ വേണ്ടി വെച്ചിരുന്നാൽ മതി. ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ വെച്ചിരുന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഒത്തിരി ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. അടുത്തത് കുംഭക്കൂറുകാരാണ്. കുംഭക്കൂറിലെ അവിട്ടവും ചതയവും പുരുരുട്ടാതിയും ഇവർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും. ഇനി ഇവരുടെ വലിയ ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്ന സമയമാണ് കുംഭക്കൂറുകാരുടെ. കുംഭക്കൂറുകാർക്ക് ഇനി വലിയ മാറ്റമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എന്ന ഒരു വിഷമമൊക്കെ നിങ്ങൾക്കുണ്ട്. ഇനി അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഒക്കെ നിങ്ങൾ കടക്കും. അത്രയേറെ ഭാഗ്യമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ്. ഇവർ ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ഒരു ചുവന്ന നിറമുള്ള തുണിയിൽ ഒരു 1.25 കിലോ അരിയെടുക്കുക. അത് കയ്യിലെടുത്ത് വയ്ക്കുക. അതിനുശേഷം ഓം ശ്രീം ശ്രേയേ നാം മന്ത്രം, ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക. ഓം ശ്രീയേ ശ്രേയേ നാം മന്ത്രം 5 ജപമാല ജപിച്ച് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇത് വയ്ക്കുക. തീർച്ചയായും വലിയ സമൃദ്ധി, വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർ അതൊന്ന് ചെയ്യുക. പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവരുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും സമ്പന്നതയിലേക്കും ഇവർ എത്തും. ഇനി ഇവരുടെ ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന നാളുകൾ തന്നെയാണ്. ആഗ്രഹിച്ച ഒരു കോടീശ്വര യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും. വീട്, വാഹനം, വസ്തു യോഗമൊക്കെ വന്നു ചേരും. ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർക്കും എന്ത് വ്യാപാരങ്ങൾ ചെയ്താലും ഇനി അഭിവൃദ്ധി ഉണ്ടാകും. അവർ എന്ത് പ്രവൃത്തിയിൽ പോകുന്നുവോ അവിടെയൊക്കെ ഇവർക്ക് വിജയം വന്നു ചേരും. നേട്ടമായിരിക്കും, ഭാഗ്യമായിരിക്കും, ഉയർച്ചയായിരിക്കും. അങ്ങനെ വലിയ ഉയർച്ചയും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി,
നമസ്കാരം. ఏడుకొండలవాడ వెంకటరమణ గోవిందా.